ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നാൻ കിച്ചൻ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കപ്പയിൽ ചിക്കൻ ഇട്ട് വരട്ടിയതാണ്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 1 കിലോ കപ്പയും 1/2 കിലോ ചിക്കനുമാണ് ഞാൻ ഇതിനായിട്ട് എടുത്തത്. പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് കുറച്ച് കടുക് ഇടുക. കടുക് പൊട്ടുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കണം. അതായത് ഞാൻ ഒരു 2 സ്പൂണാണ് ചേർത്തത്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറുമ്പോൾ ഒരു 2 പച്ചമുളക്, 2 മീഡിയം സൈസ് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കണം. 3 മീഡിയം സൈസ് സവാളയാണ് ഞാൻ ഇട്ടേക്കുന്നത്. വലുതാണെങ്കിൽ 2 ചേർത്താൽ മതി. ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇനി ഇളക്കി കൊടുക്കുക. സവാള ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നോടം വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ ഏകദേശം നന്നായിട്ട് വഴന്ന് വരുന്നുണ്ട്. വഴന്ന് കഴിഞ്ഞാൽ നമുക്ക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. വേഗം വഴന്ന് കിട്ടാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇതപ്പോൾ ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ പൊടിയിട്ട് കൊടുക്കുക. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി 1.5 സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇനി ഇളക്കി കൊടുക്കുക. മല്ലി വറുത്ത് പൊടിച്ച മല്ലി ആയതുകൊണ്ടാണ് ഞാൻ കുറച്ച് വൈകി ഇട്ട് കൊടുത്തത്. 2 സ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂൺ ഗരം മസാല ഞാൻ ചേർത്തിട്ടുണ്ട്. ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണ്. ഇനി നന്നായി ഇളക്കി കൊടുക്കുക. ഇനി നന്നായിട്ട് വഴറ്റി കൊടുക്കുക പൊടികളൊക്കെ ഇട്ട്. ഇപ്പോൾ പൊടി ഏകദേശം ആയിട്ടുണ്ട്. ഇപ്പോൾ അതിലേക്ക് ഞാനൊരു പട്ടയുടെ ഇല ചേർത്ത് കൊടുക്കുകയാണ്. ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഇല്ലെങ്കിൽ നിർബന്ധമൊന്നുമില്ല ചേർക്കണമെന്ന്. ഇനി ഇതിലേക്ക് ഞാൻ 1 തക്കാളി അരച്ചിട്ടാണ് ഞാൻ ചേർത്തത്. ഒരു നല്ല വലിയൊരു തക്കാളിയാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. 1/2 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് മസാലയായിട്ട് യോജിപ്പിക്കണം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഞാൻ ഒരു 1/2 സ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു ഞാൻ. ഇനി വേറെ വെള്ളമൊന്നും ഞാൻ ഒഴിക്കുന്നില്ല. ഈ ചിക്കനിൽ തന്നെയുള്ള വെള്ളത്തിൽ തന്നെയാണ് വേവിക്കുന്നത്. ഇതിപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചാൽ മതി. അപ്പോഴത്തേക്ക് നമുക്ക് കപ്പ റെഡിയാക്കി എടുക്കാം. കപ്പ ഞാൻ കഴുകി വെച്ചതാണ്. ഇത് കുക്കറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് കപ്പ വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ കുക്കർ അടച്ചു വെച്ച് വേവിക്കുക. കപ്പ വേഗം വെന്തോളൂ. 1-2 വിസിൽ മതി. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിനു വേണ്ടിയുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. കുറച്ച് തേങ്ങ എടുക്കുക. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഒതുക്കിയെടുത്താൽ മാത്രം മതി. ജസ്റ്റ് ഒന്ന് അരഞ്ഞു കിട്ടിയാൽ മതി. അപ്പോൾ ഇടയ്ക്ക് ചിക്കൻ ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കണം. ഇതപ്പോൾ നല്ല വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. ചിക്കനിൽ നിന്നുള്ള വെള്ളമാണ്. ഞാൻ വേറെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കപ്പ ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി നോക്കാം വെന്തോന്ന്. അത് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൽ വെള്ളം ഉണ്ടാവും. അത് നമുക്കൊന്ന് ഊറ്റിക്കളയാം. ഇനി കപ്പയിലേക്ക് നമുക്ക് അരപ്പിട്ട് കൊടുക്കാം. ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്യണം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറാനായിട്ട്
ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇതപ്പോൾ ചിക്കൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു പാകം മതി. ഇനി നമുക്ക് ഓഫ് ചെയ്യാം സ്റ്റൗ. കപ്പ ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായി ഉടച്ചു കൊടുക്കണം. നമുക്ക് കപ്പ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാ ഭാഗത്തും മസാല എത്തണം. ഇപ്പോൾ ഇതാ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു 2 മിനിറ്റ് കുക്ക് ചെയ്യണം. കാരണം അതൊന്ന് നന്നായിട്ട് പിടിക്കണം. അതിൻ്റെ മസാലയൊക്കെ കപ്പയിലേക്ക് നന്നായിട്ടൊന്ന് ഇറങ്ങണം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ ബെൽ ഐക്കണും കൂടെ ക്ലിക്ക് ചെയ്യണം. എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ.